ഞാനും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടോണ്ടിരുന്നതാണ് ദുർഗയുടെ ആ ചേഞ്ചുകള്. ആണല്ലേ? പിന്നെ ഭയങ്കരമായിരുന്നു. ഷെറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ വികാസിന്റെ ഈ ഒരു കരവിരുന്നേ എന്തൊരു മാജിക്കൽ സംഭവമാണ് ഇത് ചെയ്യുന്നത്? ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോ അങ്ങനെ പലപ്പോഴും ഷെറിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവോ? മിക്കപ്പോഴും. പിന്നെ നമ്മൾ പോകാത്ത ഒരുപാട് ബ്രൈഡ്സിന്റെ കാണുമ്പോഴും ഇവര് ബിഫോർ ആഫ്റ്റർ ഇവര് സംസാരിച്ചതിന് ശേഷമുള്ള വീഡിയോ യൂട്യൂബിൽ വരുമ്പം കാണാറുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എന്തായിരിക്കും. ചിലരൊക്കെ എങ്ങോട്ടോ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ തന്നെ ഭയങ്കര വ്യത്യാസം വരും. പിന്നെ ഫുൾ ലുക്ക് വരുമ്പോ പിന്നെ പറയണ്ട. എന്തൊരു ഭാഗ്യാണെന്ന് നോക്കിയേ. എന്റെ മോളൊക്കെ ഒന്ന് വലുതാവട്ടെ. അതെ അതെ തൊട്ടടുത്തുമാണ്. എന്തായാലും ഈശ്വരാ സഹായിക്കട്ടെ. അതെ നല്ല കാര്യം. ഓക്കെ, അടുത്തത്. ഈ ഇന്റർവ്യൂവിന് ശേഷം കുറച്ച് ലഡു വികാസ് ഷെറിന് നൽകുന്നുവെന്ന് കരുതുക. ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഷെറിൻ ഉടൻ പറയാൻ സാധ്യതയുള്ള ഒരു കമന്റ് എന്തായിരിക്കും? എഴുതി കഴിഞ്ഞു. എനിക്ക് മധുരം വേണ്ട, ഡയറ്റ് ആണ്, രണ്ടു അതുകൊണ്ടാണ് വേണ്ട. അപ്പൊ ഉത്തരം ഇതെന്താ ബിക്കോസ് ഇനി എല്ലാം ശരി ഉത്തരം എന്താ നിങ്ങൾ പറയാൻ ഹൈപ്പിലേക്ക് അങ്ങ് പോകുന്നു അല്ലേ? ഞാൻ എന്ത് പ്രശ്നം വന്നാലും മധുരം കഴിക്കത്തില്ല. ഇല്ല, പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പം പ്രഗ്നൻസി ടൈമും ആഫ്റ്റർ പ്രഗ്നൻസിയും ഭയങ്കര തടിച്ചിരുന്നു ഈ കുട്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഷി വാസ് സോ മച്ച് കെയറിങ് അബൌട്ട് ഹർ ഹെൽത്തും കാര്യങ്ങളും. നമുക്ക് കുട്ടി ആവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മള് മുമ്പത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മള് കുട്ടി ആവാൻ വേണ്ടി വെയിറ്റഡ് ഫോർ 1 year ഒരു ട്രാൻസ്ഫോർമേഷൻ. എത്രത്തോളം 10 കിലോളം കുറച്ചിട്ട് നമ്മൾ കുട്ടിയാവും. അപ്പൊ അതേ കണക്കാണ് നൗ ഷീ സ്റ്റാർട്ടഡ്. അപ്പൊ ഞാൻ ഇനിയും പറഞ്ഞു ഇനിയും ഒരു കുട്ടി ആവട്ടെ. വികാസിന് ഇഷ്ടമാണോ ഒരുപാട് കുട്ടികളെ? ഒരുപാട് കുട്ടികളെ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് സമയം കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഇനി ഒന്നിനെങ്കിലും കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, വികാസിന്റെ ഒരു സ്വപ്നം എന്താണ്? ആ സ്വപ്നം ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്നത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഇരിക്കുന്നത്. ഇനി പറയരുത്, ഇനി വികാസിന്റെ ഒരു സ്വപ്നം എന്തായിരിക്കും? സ്വപ്നം ഒന്നും കാണാറില്ലേ? ഇരുന്ന് ഇതുമാത്രം ആലോചിക്കണത്, ഇത്ര ആലോചിച്ചു കൂട്ടണേ. എന്നാ വീണ്ടും തോൽവിയിലേക്ക് പോവുകയാണ്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്വപ്നം ഉണ്ട്. എഴുതി കഴിഞ്ഞു. നോക്കട്ടെ. ഷെറിലിന്റെ ആൻസർ മലയാളം ഒരു മോളെ ഒരു ഡാൻസുകാരി ആക്കണം. നാരായണി. ഉദ്ദേശം അത് തന്നെയാണ്. അത് നാരായണിയിലെ അത് എനിക്ക് വികാസിനെ അറിയുന്നോണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ട് എനിക്കറിയാം. വികാസിന് ഒരുപാട് ഇഷ്ടമാണ് മോളെ. ശരിക്കും നമ്മുടെ തനതായ നമ്മുടെ കല പഠിപ്പിക്കണം, അവളെ നല്ല രീതിയിലൊരു നൃത്തരൂപം പഠിപ്പിക്കണം. അതിനുവേണ്ടി തന്നെ വീട്ടിലൊരു സ്പേസ് വരെ വികാസ് സ്വരൂപ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോള് 8 മാസം ആയിട്ടുള്ളൂ. അവളൊന്ന് വളർന്നു വന്ന് അവളുടെ ഇഷ്ടം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ ഒരു സ്പേസ് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ മോൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കാൻ പോണത്. അപ്പൊ എന്തായാലും നമ്മൾ ഹോം ടൂറിലെ പ്ലേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ ഒരു കാര്യത്തിൽ കറക്റ്റാണ്. അവരുടെ മോളുടെ ഇഷ്ടം അറിഞ്ഞാൽ മാത്രമേ ഇപ്പൊ ആഗ്രഹം. ഇപ്പൊ ഞാൻ നാരായണി എന്ന് പറയുന്നത് എന്റെ ആ ഒരു ഡ്രീമായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഡാൻസുകാരി ആക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ബട്ട് നെവർ നമ്മൾ ഫോഴ്സ് ഒന്നുമില്ല. അവളെ ഞാനിങ്ങനെ എല്ലാ ഓപ്ഷൻസും കൊടുത്ത് കാണിക്കും. ആ ഓപ്ഷനിൽ വിച്ച് വൺ ഷീ സെലക്ടിങ് അതാണ് പിന്നെ എൻ്റെ ഡ്രീം. ഈ നാരായണി എന്നുള്ള പേര് വികാസിന്റെ തന്നെ സെലക്ഷൻ ആയിരിക്കും. ഒരു ഓൺലൈൻ മീഡിയയില് ഞാനൊരു ഇന്റർവ്യൂവിന്റെ സമയത്തിന് അവര് ചോദിച്ചിരുന്നു എന്തായിരിക്കും പേരിടുന്നത്. അപ്പൊ ഞാൻ ആ ഒരു സമയത്തിന് നാരായണനോ നാരായണിയോ ഏതെങ്കിലും ഒരു നാരായണനോ ഒരു നാരായണി ആയിരിക്കാം എന്ന് പറഞ്ഞതാ. പക്ഷെ അതിനുശേഷം ആ ഇന്റർവ്യൂവിന് കണ്ടിട്ട് പുള്ളിക്കാരിയുടെ പ്രസവം എടുത്ത ലേബർ ഡോക്ടർ പറഞ്ഞ്, പുള്ളിക്കാരി ചോദിച്ചു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നാരായണിയാണെന്ന്. അപ്പൊ ഡോക്ടറെ വിളിച്ചു. ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ ഒരു പേരിട്ട് വിളിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോഴും ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും നാരായണി വന്നു നാരായണി. പിന്നെ നോക്കിയപ്പോ ആ പേര് കേട്ട് എനിക്ക് അങ്ങ് ഇഷ്ടമായി. പേര് അപ്പൊ തന്നെ ഞാൻ നാരായണി ഫിക്സ് ആക്കി. ലാസ്റ്റ് ചോദ്യമാണ്. കറക്റ്റ് ഉത്തരം പറയല്ലേ എന്നാണ് വികാസ് ആഗ്രഹിക്കുന്നത്. വികാസിന് ഭയങ്കര ഇഷ്ടം അത്ര പനിഷ്മെന്റ് ഏറ്റെടുക്കാൻ. അപ്പോൾ ശരി, ലാസ്റ്റ് ചോദ്യം. ഹൗസ് വാമിങ്ങിന് വിളിച്ചിട്ട് ആര് വരാതിരുന്നതാണ് വികാസിന് ഏറ്റവും കൂടുതൽ വേദനയായത് അല്ലെങ്കിൽ വിഷമമായത്? ഒരുപാട് പേരെ വിളിച്ചിരുന്നു, ഒരുപാട് പേരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ഹൗസ് വാമിങ് ആയിരുന്നു ഈ താമരയുടെ. അതിൽ വിളിച്ചിട്ട് അന്ന് വരാൻ പറ്റാതിരുന്നത് കാണിക്കട്ടെ.
കാണിച്ചോ. അയ്യോ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എഴുതിയ? എല്ലാവരും എല്ലാവരും തന്നെ എല്ലാവരും വന്നു. വന്നു. ഓക്കെ. നമ്മൾ ഇവിടെ വിളിച്ചിട്ടുള്ള എല്ലാരും വന്നു. വന്നു. പിന്നെ പുറത്തുനിന്ന് ഉള്ളവരുണ്ട്, അവർക്ക് വരാൻ പറ്റാത്തതും ഉണ്ട്. എന്താ വന്നില്ല. ഓക്കെ, നോക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ആൻസർ എന്താ? അന്തം പിടിച്ച് ഇങ്ങനെ ഇരിക്കണ്ട്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ടിന്? എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അതാ ഞാൻ പറഞ്ഞ പുറത്തുനിന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വരാൻ പറ്റിയില്ല, ബാക്കി എല്ലാരും വന്നു. പുറത്തുനിന്ന്. കാര്യം എല്ലാത്തിനും ഹി വാസ് ദെയർ, ഹി ആൻഡ് ഹിസ് ഫാമിലി. അവസാന നിമിഷം വരെ അപ്പം വരാനായിട്ട് ഇരുന്നിട്ട് വരാൻ പറ്റില്ല. ഒബ്വിയസ്ലി, തീർച്ചയായിട്ടും. പിന്നെ നമ്മള് പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ വിളിക്കാൻ വിട്ടുപോയി, ആ ഒരു വിഷമമുണ്ട്. അതാണ് വിഷമം. സത്യത്തില് ഞാൻ ഈ വീട് പാലുകാച്ച് ഇന്ന ദിവസം ഫിക്സ് ചെയ്തു, പക്ഷേ ഫിക്സ് ചെയ്തിട്ട് തലേ ദിവസം നൈറ്റ് വരെയും പണി തീർന്നില്ല. അപ്പൊ എനിക്ക് ആ ഒരു 7 ഡേയ്സിലാണല്ലോ വിളി വരുന്നത്, വിളിക്കണ്ട ക്ഷണിക്കണ്ട. ആ 7 ഡേയ്സ് ഞാൻ പാനിക്കാണ്, തീരുന്നില്ലല്ലോ എന്നുള്ള. അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ വിളിക്കാൻ വിട്ടു. ആ ടെൻഷൻ വരുമ്പോ ഒബ്വിയസ്ലി അതുണ്ട്. പക്ഷെ നമ്മള് വിളിച്ച് ബാക്കി ഇവിടെ വിളിച്ച എല്ലാരും വന്നു, പക്ഷെ നമ്മൾ വിളിക്കാത്ത ഒരുപാട് പരാതി വന്നു. സാരില്ല, നമുക്ക് ഇനി മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കോ അങ്ങനെ നമുക്ക് എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് പിന്നെ വിളിക്കാം. അല്ലെ വീടിന് തന്നെ ഫസ്റ്റ് ഒരു ഇത് നമുക്ക് നല്ല കാര്യമാണ് അല്ലെ? ഐഡിയ. ഓരോ ദിവസം ഓരോ കണ്ടന്റ്സ്, ആഘോഷിക്കാൻ ഓരോ കാരണങ്ങൾ. ആ ഫസ്റ്റ് നമ്മുടെ ആനിവേഴ്സറി വരുമ്പോൾ നമുക്ക് മൈൽ സ്റ്റോൺ ഇവന്റ്സിന് കൊടുക്കാം. അപ്പോൾ ആ ഇവന്റ് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു തരും. മൈൽ സ്റ്റോൺ ഇവന്റും ഉണ്ട്. പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന മൈൽ സ്റ്റോൺ ഇവന്റ്സ്, അതെല്ലാ പരിപാടിയും, കല്യാണം, എൻഗേജ്മെന്റ്, കോർപ്പറേറ്റ് ഇവന്റ്, ബർത്ത്ഡേ ഫംഗ്ഷൻ, ഇപ്പൊ ഇങ്ങനത്തെ ഹൗസ് വാമിംഗ് പരിപാടി. അപ്പൊ എന്റെ അടുത്ത വർഷത്തെ ഒരു ഈവന്റിന് അടുത്തത് നിങ്ങൾക്ക് VKSന്റെ മൈൽ സ്റ്റോണിൽ നിന്ന് കാണാം. അപ്പൊ നല്ല സ്പെഷ്യൽ കണ്ടന്റോട് കൂടി തന്നെ ആയിരിക്കും അതിന്റെ ഔട്ട് പോകുന്നുണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ വെറുതെ അവിടെ നടക്കുന്ന ഒരു നോർമൽ ഫംഗ്ഷൻ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ആയിരിക്കില്ല മൈൽ സ്റ്റോൺ ഇവന്റ്സിന്റെ ഒരു ഔട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മള് നിങ്ങൾ തന്നെ വന്നതല്ലേ നമ്മുടെ ഷാജി പാപ്പന്റെ കല്യാണത്തിന്, അന്ന് തന്നെ ഒരു സാധാരണ വെഡിങ്ങിനെക്കാട്ടിലും ഒരുപാട് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത്തരത്തിലുള്ള നല്ലൊരു സ്പെഷ്യൽ കണ്ടന്റുമായിട്ട് ഇതാ വികാസ് ഒരു വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ എത്തും. അപ്പോൾ ഉടനെ തന്നെ ഓക്കെ, എന്തായാലും വിജയകരമായ കുറെ തോൽവികളും അതിനുശേഷം സർപ്രൈസിങ് കുറെ ജയങ്ങളും ഒക്കെ ആയിട്ട് വികാസും ഒപ്പം എല്ലാത്തിനും വളരെ എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞുകൊണ്ട് ഷെറിലും ഈ ഒരു റൗണ്ട് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ സമ്മാനങ്ങളൊന്നുമില്ല, കാരണം ഇവർ വിജയികളല്ലാത്തത് കൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നില്ല. പകരം വേറൊരു ചെറിയൊരു റൗണ്ട്. അടുത്തത് മനസ്സ് തുറക്കുമ്പോൾ, അതാണ് സെഗ്മെന്റ്. വളരെ പെട്ടെന്ന് കഴിയും. 2 കാര്യങ്ങളേ ഉള്ളൂ. 2 ചീട്ട് വികാസിനും 2 എണ്ണം ഷെറിലിനും. അതിൽ ഒരെണ്ണം മാത്രം ഒരു സമയത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വികാസ് വായിക്കുക. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മനസ്സ് തുറന്ന് എന്നോട് പറയണ്ട, നേരെ ഷെറിലിന്റെ അടുത്ത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, നേരെ തിരിച്ചും ഷെറിൽ അതുപോലെ തന്നെ. ഓക്കെ, റെഡി? വായിച്ചോ. രണ്ടുപേരില്ല, ആദ്യം ഒരാള് 1 by 1. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങോട്ട് അത് മനസ്സ് തുറന്നു ഉണ്ടോ ചോദിക്കാം. ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മില്, ഞാൻ ഇതിനകത്ത് ഈ പിക്ചറിൽ ഞാനില്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെത് മാത്രം ശരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, ദർ ഷുഡ് ബി എല്ലാ വ്യൂ പോയിന്റ്സും നോക്കണം എന്ന് എനിക്കറിയാം. അപ്പം പറയാം, കമന്റ് ചെയ്യാൻ തിരിച്ച് സംസാരിച്ചോളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കഴിഞ്ഞോ? ഇത് ശരിയല്ല രമ്യ. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് വീട്ടിൽ വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വെള്ളം കുടിപ്പിച്ചോ? ഓ, ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ എനിക്ക് തന്നെ ഏറ്റവും അതടുത്തുണ്ട്. രണ്ടും വേണം. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? എനിക്ക് ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ഇനി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പരസ്യമായിട്ട് ക്ഷമ ചോദിക്കും. അങ്ങനെ ക്ഷമയൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞാൻ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ വിഷമിക്കാൻ ശ്രമിക്കത്തില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഒളിച്ചു വെച്ച് പെരുമാറാറില്ല. ഓക്കെ, അതിപ്പോ തന്നെ നമുക്ക് ആ റൗണ്ടിൽ നിന്ന് അറിയാം. വളരെ ജെനുവൻ ആയിട്ട് വളരെ ഇതായിട്ടാണ് എല്ലാം. ഓക്കെ, ഇനി അടുത്തത് വികാസിന്റെ അടുത്തത്. ഷെറിൻ എന്നെ രണ്ടാമത്തെ പറഞ്ഞു. നീ എനിക്ക് തന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം, അത് എന്ന് വെച്ചാൽ ഞാൻ വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? ആ ഗിഫ്റ്റിനെ നിങ്ങൾ എനിക്ക് തന്നു, നീ എനിക്ക് തന്നു.
അത് ഇപ്പൊ ഏറ്റവും എന്നെ നോക്കണ്ട, വിലപിടിപ്പുള്ള വികാസിനെ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയുമ്പം നാരായണി തന്നെ. അതിൽ വലിയ വിലപിടിപ്പുള്ളതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. വെരി ട്രൂ, ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തുമില്ല. അവള് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. വെരി ട്രൂ. ട്രൂ. ഓ ഓക്കെ, ഇനി വികാസിന്റെ. താങ്ക്സ് ഫോർ ദാറ്റ്. എന്നിൽ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്, എന്നിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും സോറി പറയും. കറക്റ്റ് ആണോ? ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം എന്നോട് ഒരു 5 മിനിറ്റിനകം സോറി പറയാറുണ്ട്. അത് വലിയൊരു അങ്ങനെ കൂട്ടുകൂടും. ആണല്ലേ? ഞാനാണ് അന്നേരം ഇച്ചിരി മസിൽ പിടിക്കാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അത് വലിയൊരു ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും സോറി പറയാൻ വളരെയധികം ഈഗോ ഉള്ള മനുഷ്യരാണല്ലോ നമ്മുടെ ഇപ്പോൾ ഇവിടെ. ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിൽ ആരും പറയില്ല. ചിലർക്ക് അറിയാം എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാലും ഈഗോ കാരണം അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു മനസ്സാണ് കേട്ടോ വികാസ്. തിരിച്ചും അങ്ങനെയാണ്, ഷെറിലും സോറി പറയും. പക്ഷെ എപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് വരില്ല. നമ്മൾ 2 കൈ കൊണ്ട് തന്നെ അടിക്കണം സൗണ്ട് വരാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. ബിക്കോസ് ഇതിപ്പോ എന്റെ 2ാമത്തെ ജീവിതമാണ്. അപ്പൊ ആദ്യത്തെ ജീവിതം എനിക്ക് പാഠപുസ്തകമായിരുന്നു. അപ്പൊ നമ്മൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാന്ന് നമ്മൾ പഠിച്ചു. അല്ലാതെ അവിടെ അതിന്റെ ഒരു റിപ്പീറ്റ് കോപ്പി പേസ്റ്റ് അല്ലല്ലോ നമുക്കിവിടെ വേണ്ടത്. അപ്പൊ എനിക്ക് പൂർണ്ണ ബോധ്യമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ചിലപ്പോൾ നമ്മൾ ഓരോ നിമിഷം നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നേരത്തെ ഷെറിൽ പറയുന്നത് ഞാൻ വർക്കിൽ ടെൻസ്ഡ് ആയിരിക്കും, വേറെ പല ടെൻഷനിലും ആയിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ എടുത്ത് എന്തെങ്കിലും പറയും. പക്ഷെ ആ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. സോ ഞാനത് അപ്പം തന്നെ ഞാൻ സോറി പറയും. അത് ഞാൻ ഡിലേ ആക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വർഷങ്ങളോളം ഒരുമിച്ച് നല്ല ആരോഗ്യത്തോടെ ഇതേപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. നാരായണിയും ഇനി മുമ്പേ പറഞ്ഞ പോലെ ഇനി ഒരു കുഞ്ഞും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരുപാട് ഈ താമരയിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ. പിന്നെ നമ്മുടെ ഗുരുവായൂർ പുതിയ വീട്ടിലും അല്ലേ ഒക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് ഇതിപ്പം ഓണത്തിന്റെ നമ്മുടെ ഈ ഒരു ഓണമേളം ഞങ്ങൾ മൈൽസ്റ്റോൺ കുറേ ദിവസങ്ങളായിട്ട് ഓരോ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആയിട്ട് പോവുകയായിരുന്നു. നിങ്ങളുടെ ഈ ഒരു കണ്ടന്റോട് കൂടി ചതയത്തിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടി നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സ് എല്ലാം കഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് പാടി നമുക്ക് 3 പേർക്കും കൂടെ ഒരു ഓണപ്പാട്ട് പാടി നമ്മുടെ ഈ ഒരു ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. കൊച്ചിനെ കൂടെ വിളിച്ചാലോ? പിന്നെന്താ, മോസ്റ്റ് വെൽക്കം നാരായണി. നാരായണിക്കുട്ടീനെ കൂടെ കാണാം കേട്ടോ. നാരായണിക്കുട്ടി നമുക്ക് പാട്ട് പാടാം. അച്ഛ പാടാൻ പോവാ. അച്ഛയുടെ പാട്ടാണോ അമ്മയുടെ പാട്ട് വേണോ? അതാ ആന്റിയുടെ വേണം. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ 2 പേരുടെയും പേര് പറഞ്ഞിട്ട്. നിങ്ങളാണോ പാടാൻ പോണേന്ന്? പാടിക്കോ, അടിച്ചോ. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാലെ കൊട്ട് വേണം കുഴൽ വേണം കുട വേണം ഓ തിത്തിത്താരെ തിത്തിത്തേ തിത്തേ ദഗദേ ദൈദോ തിത്തിത്താര തിത്തിത്തേ തിത്തേ ദഗദേ ദൈദോ. നാരായണക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലും മലയാളികൾക്കും ഏറെ സുപരിചിതയായ 2 പേരാണ് വികാസ് വിക്കേസും ഭാര്യ ഷെറിനും. സ്വന്തം ഭാര്യയെ വരെ വിവാഹത്തിന് അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് വികാസ് ശ്രദ്ധ നേടുന്നത്. മാത്രമല്ല പഞ്ചരത്നങ്ങളെ ഒരുക്കിയതും വികാസാണ്. ഒരു സമയത്തിന് ശേഷം സിനിമാ നടിമാരുടെയും നടന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും അങ്ങനെ വേണ്ട സിനിമാ സീരിയൽ രംഗത്തെ എല്ലാ ഫംഗ്ഷൻസിനും വികാസ് വിക്കേസ് എന്നൊരു പേര് കേൾക്കാൻ തുടങ്ങി. ഏറ്റവും മാറ്റ് ഫിനിഷുള്ള മേക്കപ്പ് 35 ലക്ഷം രൂപയുടെ മേക്കപ്പ് ബോക്സ് തന്റെ കയ്യിലുണ്ട് എന്ന് വികാസ് ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. വികാസിന്റെ വിവാഹവും ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു.